ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷനിൽ ഇടുന്ന പോസ്റ്റ്, ഇമേജ്, അതുപോലെ തന്നെ റീൽസ്, ലൈക്സ്, കമൻറ്റ്സ് ഇതൊക്കെ എവിടെയാണ് സേവ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? സോ അതിന് നമ്മൾക്കൊരു ബാക്ക് എൻഡ് സെർവറും അതിൽ കൂടാതെ തന്നെ അതിൻ്റെ ഡാറ്റാ ബേസും ആവശ്യമുണ്ട്. സ്വന്തമായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതുവഴി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ക് എൻഡ് ആൻഡ് ഡാറ്റാ ബേസ് ആണ്. സാധാരണ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ തുടങ്ങിയവയുടെ ബാക്ക് എൻഡ് എഴുതാറുള്ളത് ജാവ, സി ഷാർപ്പ്, അതുപോലെ തന്നെ പൈത്തൺ, ഗോലാങ് തുടങ്ങിയ ലാംഗ്വേജസ് ഉപയോഗിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാവ ആണെങ്കിൽ ജാവ സ്പ്രിംഗ് ബൂട്ട് ഉപയോഗിച്ചാണ് ഇതിൻ്റെയൊക്കെ റെസ്റ്റ് APIs ഒക്കെ നമ്മൾ എഴുതാറുള്ളത്. അതുകൂടാതെ തന്നെ ഡാറ്റാ ബേസ് മോസ്റ്റ് കേസസും യൂസ് ചെയ്യുന്നത് MySQL അല്ലെങ്കിൽ PostgreSQL തുടങ്ങിയ റിലേഷണൽ ഡാറ്റാ ബേസ് ആയിരുന്നു. ഞാൻ എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്നത് ASP.NET ആയിരുന്നു. കൂടാതെ തന്നെ ഡാറ്റാ ബേസ് MySQL ആയിരുന്നു. പക്ഷേ ലേറ്റർ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫയർബേസ്, NoSQL ഡാറ്റാ ബേസ് ആണ്. നിങ്ങളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്ക് എൻഡിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്, സ്വന്തമായി REST APIs ഒക്കെ എഴുതാൻ അറിയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായി ബാക്ക് എൻഡ് APIs എഴുതി അത് ഹോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഞാൻ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഇല്ലാത്തതുകൊണ്ടും ഞാൻ ആ സമയത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡിൽ മാത്രം വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫയർബേസിലേക്ക് മാറ്റിയത്. കാരണം ഈ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാണ് ഇതിൻ്റെ APIs ഒക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി ASP.NET എഴുതി ഫ്രീ ഹോസ്റ്റിംഗ് ഒക്കെ വെച്ച് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പുള്ളിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് API കിട്ടാൻ ഡിലേ ആവുകയും ഹോസ്റ്റിങ്ങിൽ ഫ്രീ ഹോസ്റ്റിംഗ് ആയതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഭയങ്കര സ്ലോ ആയിരുന്നു ആ ഹോസ്റ്റിംഗ്, APIs ഒക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു. പുള്ളി ബിസി ആയതുകൊണ്ട് എനിക്ക് ആ APIs ഒക്കെ കറക്റ്റ് സമയത്ത് കിട്ടാനുള്ളൊരു ഡിലേ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ സെർച്ച് ചെയ്താണ് ഈ ഫയർബേസിലെത്തിയത്. എന്താണ് ഫയർബേസ്? ഫയർബേസ് ആക്ച്വലി ബാക്ക് എൻഡ് ആസ് എ സർവീസ് ആണ്. ഇതിനകത്ത് ഒരുപാട് സർവീസസ് അവൈലബിൾ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഫയർസ്റ്റോർ ആണ് ഡാറ്റാബേസായി ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ. സോ ഇതൊരു NoSQL ഡാറ്റാബേസ് ആണ്. അതായത് ഇതിൻ്റെ അകത്ത് റെക്കോർഡ്സ് ഒക്കെ സേവ് ചെയ്യുന്നത് JSON ഫോർമാറ്റിലായിരിക്കും, ഒരു ഫിക്സ്ഡ് ഫോർമാറ്റിലായിരിക്കില്ല. ഇത് നമ്മൾ ഈ സാധാരണ MySQL ഒക്കെ കാണുന്ന പോലെ ടേബിൾ, റോ, കോളം ആ ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഫയർബേസ് ചൂസ് ചെയ്തത്? ഫയർബേസിൻ്റെ ഇനീഷ്യൽ പ്ലാൻ ഫ്രീ ആയിരുന്നു, മാത്രമല്ല ഭയങ്കര ഫാസ്റ്റ് ആൻഡ് സ്കേലബിൾ ആയിരുന്നു. മെയിനായിട്ട് ഫയർബേസിന് 2 പ്ലാനാണ് ഉണ്ടായിരുന്നത്, സ്പാർക്ക് പ്ലാനും ബ്ലേസ് പ്ലാനും. അതിനകത്ത് സ്പാർക്ക് പ്ലാൻ എന്ന് പറയുന്നത് ഫ്രീ ആയിരുന്നു. അതായത് ഡെയിലി 50,000 റീഡും 20,000 റൈറ്റും ഒക്കെ ഫ്രീ ആയിരുന്നു. അത് എനിക്ക് ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഫുൾ ഫ്രീ ആയിരുന്നു. എനിക്ക് അത്യാവശ്യം യൂസേഴ്സ് വന്ന ശേഷം, സ്കെയിലായതിനു ശേഷമാണ് ഞാൻ ഈ ബ്ലേസ് പ്ലാനിലേക്ക് മാറ്റിയത്. എന്നാലും എനിക്ക് വരുന്ന ബില്ല് എന്നൊക്കെ പറയുന്നത് ഏകദേശം 400 രൂപ മുതൽ 600 രൂപ വരെയാണ് ഒരു മാസം. അതുമാത്രമല്ല ഇതിന് ബാക്ക് എൻഡ് APIs ആവശ്യമില്ലാത്തത് കൊണ്ട് എനിക്കൊരു ഡെവലപ്പറെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വന്തമായി എഫേർട്ട് ഇട്ട് ബാക്ക് എൻഡ് APIs എഴുതേണ്ട കാര്യവുമില്ല. കാരണം ഈ ഫയർബേസിൻ്റെ എല്ലാ പാക്കേജസും ഫ്ലട്ടറിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ ജസ്റ്റ് ആ പാക്കേജസ് നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അത് വെച്ച് നമ്മൾ അവർ പറയുന്ന ഫോർമാറ്റിലുള്ള APIs വിളിക്കുന്നു. അത്രമാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ ഈ പാക്കേജസ് അല്ലെങ്കിൽ ഈ ഫയർബേസ് തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡിൽ ഹാൻഡിൽ ചെയ്തോളും. അതുമാത്രമല്ല ഫയർബേസിൻ്റെ അകത്ത് ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ്. ഫയർബേസിൻ്റെ അകത്ത് ഫയർസ്റ്റോർ മാത്രമല്ല, റിയൽ ടൈം ഡാറ്റാബേസ്, OTP ഓതൻറ്റിക്കേഷൻ. എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ലോഗിൻ പേജ് മുതൽ OTP ഓതൻറ്റിക്കേഷൻ, നോട്ടിഫിക്കേഷൻ മെസ്സേജ് അയക്കുന്ന ക്ലൗഡ് മെസ്സേജിങ്, അതുപോലെ ഈ ബാനേഴ്സ് കാണിക്കുന്ന ഇമേജസ് ഒക്കെ PDF ഒക്കെ സേവ് ചെയ്യുന്ന ഫയർബേസ് സ്റ്റോറേജ്, എൻ്റെ അഡ്മിൻ പാനലും വെബ്സൈറ്റും ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫയർബേസ് ഹോസ്റ്റിംഗ്, പിന്നെ ഈ ഡാറ്റ സേവ് ചെയ്യുന്ന ഫയർ സ്റ്റോർ, കൂടാതെ റിയൽ ടൈം ഡാറ്റാബേസ്. ഇത്രയും ഫീച്ചേഴ്സ് ഞാൻ എൻ്റെ ഈ മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഈ ഫയർബേസ് ഈസിയർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. നിങ്ങൾ ഇത് തന്നെ ചൂസ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ഓപ്പൺ സോഴ്സ് ഇംപ്ലിമെൻറ്റേഷനായ സൂപ്പർബേസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്വന്തമായി ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയായിരിക്കും ബെറ്റർ. കാരണം ഇത് ഫയർബേസ് ആയതുകൊണ്ട് ഇതിനകത്തൊരു വെണ്ടർ ലോക്കിൻ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ മാറ്റണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിരിക്കില്ല, പക്ഷെ മാറ്റാൻ പറ്റും. പെട്ടെന്ന് ഈസി ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ സ്വന്തമായി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് തന്നെയായിരിക്കും ബെറ്റർ. എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഈസി ആയി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഫയർബേസ് സെലക്ട് ചെയ്തത്. പക്ഷേ ഇപ്പോഴും എനിക്കിത് മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത് ബാക്ക് എൻഡിൽ ഭയങ്കര കോംപ്ലക്സ് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ലോജിക്കൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അത്ര ഈസി ആയിരിക്കില്ല. ഫയർബേസിൻ്റെ ക്ലൗഡ് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് മാത്രമേ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നമ്പർ ഓഫ് ഡോക്യുമെൻറ്റ് റീഡ്സ്, റൈറ്റ്സ്, ഡിലീറ്റ്സ് ഇതൊക്കെ വെച്ചാണ്. അപ്പം നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബില്ല് കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം എത്ര ഡോക്യുമെൻറ്റ്സ് റീഡ് ചെയ്യുന്നുണ്ട്, എത്ര ഡോക്യുമെൻറ്റ്സ് റൈറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കറക്റ്റ് നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യം വരും. ഫയർബേസിനെ കുറിച്ചോ ഫ്ലട്ടറിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. കൂടാതെ തന്നെ ഈ സീരീസ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ഫ്രീ ഇ-ബുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
മോണറ്റൈസേഷനാണ്. അതായത് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ അടുത്ത സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു, ബൈ.